ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനുണ്ടാക്കിയ ഒരു പിസ്സ പോലത്തെ ഇറാനി പോളയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ച്വലി ഇത് ഇറാനി പോളയാണ്, പക്ഷെ ഞാനിതിനെ വിളിക്കുന്നത് പിസ്സ എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിലേക്ക് ഉപ്പും മുളകും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അധികം മസാലയാക്കുന്നില്ല, കുറച്ചൊരു മസാല മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇവിടെ പൊരിക്കാൻ വെക്കാം. ഈ ചിക്കൻ ആകുന്ന സമയത്ത് നമുക്കതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാം എടുക്കുന്നത്. മൈദയും ഓയിലും പാലും പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്ന തിക്കുമല്ല എന്നാൽ നന്ന ലൂസും അല്ലാത്ത രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ എണ്ണയിലോട്ടാണ് ആ മസാലയാക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ആയി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനും മസാലയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കന് കുനുകുനാന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇത് വെക്കുന്നത് പിസ്സ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ചെറിയ തീയിലാണ് വെക്കേണ്ടത്. ആദ്യം നമുക്കത് ചൂടായതിന് ശേഷം ബാറ്റർ ഒഴിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ മസാല ഇട്ടെടുക്കാം. വീണ്ടും ബാറ്റർ ഒഴിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും മസാല ഇട്ടെടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെയുള്ള തക്കാളി ഉള്ളി ഇടുന്നുള്ളൂ. ക്യാപ്സിക്കം ഇട്ട് അടിപൊളിയായിരിക്കും. ക്യാപ്സിക്കം ഇട്ട് ആ നല്ലൊരു ചോയയും പിസ്സൻ്റെ ശരിക്കൊരു ചോയ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ ഏകദേശം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ എപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴും 2 കഷ്ണമായിട്ടാണ് എനിക്ക് കിട്ടല്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്കിത് നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് ഇത്തിരി ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തിങ്കളാഴ്ച ഉസ്താദിൻ്റെ ചായയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എൻ്റെ ഇത്താത്തൻ്റെ മോക്കാണ്. അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ബൈ ബൈ.